അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ മൂസാ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുത്തിബ ലഹു മിസ്ലമാക്കാന യഅ്മലു മുഖീമൻ സ്വഹീഹൻ. ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ രോഗിയായാൽ അല്ലെങ്കിൽ അയാൾ യാത്ര ചെയ്താൽ തൻ്റെ നാട്ടിൽ പാർക്കുന്ന സമയത്ത്, രോഗമില്ലാത്ത സമയത്ത് ചെയ്തിരുന്ന പുണ്യകർമ്മങ്ങൾക്കുള്ള അതേ പ്രതിഫലം രേഖപ്പെടുത്തും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മോഹിപ്പിക്കുന്ന ഒരു വലിയ ഓഫറാണ് ഈ ഹദീസിലൂടെ നൽകുന്നത്. നമ്മൾ നാട്ടിലുള്ള സമയത്ത്, ആരോഗ്യം ഉള്ള സമയത്ത് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, ആ സൽക്കർമ്മങ്ങൾ നാട്ടിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ചെയ്യാൻ കഴിയാതെയായാൽ, അല്ലെങ്കിൽ രോഗിയായി വിശ്രമത്തിലായ അവസ്ഥയിൽ ആ പുണ്യകർമ്മം ചെയ്യാൻ കഴിയാതെയായാൽ, ആ പുണ്യകർമ്മത്തിൻ്റെ പ്രതിഫലം ഒട്ടും നഷ്ടപ്പെടാതെ നമ്മുടെ അക്കൗണ്ടിൽ പൂർണ്ണമായും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നതാണ് ഈ ഹദീസിൻ്റെ ഓഫർ. അതിന് ആരോഗ്യമുള്ള സമയത്ത്, നാട്ടിലുള്ള സമയത്ത് എല്ലാ പുണ്യകർമ്മങ്ങളിലും പങ്കാളികളാവാൻ നമുക്ക് കഴിയണം. തബൂക്ക് യുദ്ധത്തിൽ നിന്നും മടങ്ങി വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, നാം മലയിടുക്കുകളോ താഴ്വരകളോ അവർ നമ്മോടൊപ്പമില്ലാതെ കടന്നു പോയിട്ടില്ല. കാരണം ന്യായമായ കാരണങ്ങളാണ് അവർ നമ്മോടൊപ്പം ഇല്ലാതിരിക്കാൻ ഇടയാക്കിയത്. ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ദീർഘദൂരം വളരെ പ്രയാസകരമായ വഴികളിലൂടെ യാത്ര ചെയ്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നേടിയെടുത്ത അതേ പ്രതിഫലം മദീനയിൽ താമസിച്ച, മദീനയിൽ സ്വന്തം വീടുകളിലിരുന്ന ആളുകൾക്കും ലഭിച്ചു എന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ല അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. കാരണം അവർ തബൂക്കിലേക്ക് വരാതിരുന്നത് പ്രതിബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടപൊരുതാൻ അവരെത്താതിരുന്നത് ന്യായമായ കാരണങ്ങളാലാണ്, രോഗത്താലോ മറ്റു പല കാരണങ്ങളാലോ ആണ്. അതിനാൽ അവരുടെ മനസ്സ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പടയോട്ടത്തിൻ്റെ കൂടെയായിരുന്നു. അക്കാരണം കൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിച്ചു. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല ഫതഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയത്, ഒരാൾ പുണ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ ന്യായമായ കാരണങ്ങളാൽ അത് തടസ്സപ്പെട്ടാൽ, ആ തടസ്സം കാരണം കൊണ്ടാണ് ആ പുണ്യം ഉപേക്ഷിക്കപ്പെട്ടതെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി പരിഗണിച്ച് അവർക്ക് പ്രതിഫലം കിട്ടുമെന്നാണ്. തങ്ങൾ നാട്ടിലാണെങ്കിൽ 5 നേരം കൃത്യമായി പള്ളിയിലെത്തുന്നവർ, തങ്ങൾ രോഗി അല്ലെങ്കിൽ 5 നേരം കൃത്യമായി പള്ളിയിലെത്തുന്നവർ, സുബഹിക്ക് തന്നെ പള്ളിയിൽ പോയി ജീവിതം ആരംഭിക്കുന്നവർ, അവർക്ക് രോഗം കാരണം വീട്ടിൽ വിശ്രമിക്കേണ്ടി വരികയോ ആശുപത്രിയിലാകുകയോ ചെയ്തിട്ട് സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ, അതല്ലെങ്കിൽ അവർ ദീർഘദൂര യാത്രയിലായിരിക്കെ സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ, മലക്കുകൾ ആ വ്യക്തിക്ക് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം പള്ളിയിൽ വന്ന് ജമാഅത്ത് നമസ്കരിച്ച പ്രതിഫലം തന്നെ എഴുതി വെക്കും. എന്തുകൊണ്ടെന്നാൽ അയാൾക്ക് സാധ്യമാകുന്ന എല്ലാ സമയത്തും പള്ളിയിൽ ജമാഅത്തായി നിർവഹിച്ചിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏറെ സ്വാധീനിക്കേണ്ട, മോഹിപ്പിക്കേണ്ട, കൊതിപ്പിക്കേണ്ട ഒരു ഹദീസാണ് ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോഗ്യം അനുവദിക്കുമ്പോൾ, നമ്മൾ നാട്ടിലുള്ള സമയത്ത് പള്ളിയിലേക്കുള്ള യാത്രയുൾപ്പെടെ എല്ലാ പുണ്യകർമ്മങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുമ്പോൾ, എല്ലാ സേവന പ്രവർത്തനങ്ങളിലും വളരെ ആവേശത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ആ സമയത്ത് മാത്രമല്ല ലഭിക്കുന്നത്, അത് ചെയ്യാൻ ന്യായമായ കാരണത്താൽ കഴിയാതിരിക്കുമ്പോൾ, തടസ്സം നേരിടുമ്പോൾ, നമുക്കത് ചെയ്യാൻ കഴിയാതെ ആകുമ്പോൾ പോലും അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊറ്റ കാരണമേയുള്ളൂ, സാധ്യമാകുന്ന എല്ലാ സന്ദർഭങ്ങളിലും ആ പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മുറുകെ പിടിക്കേണ്ട ഒരു ഹദീസാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ സൽക്കർമ്മങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മൾ യാത്രയിലല്ലാതിരിക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം.
കൊറോണയുടെ മഹാമാരിയുടെ കാലത്ത് നീണ്ട മാസങ്ങൾ വർഷത്തിലേറെയൊക്കെ പള്ളി അടച്ചിട്ട സാഹചര്യത്തിൽ പോലും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ തുറക്കാത്ത സാഹചര്യത്തിൽ പോലും പൂർണ്ണമായും സുബഹി ഉൾപ്പെടെ എല്ലാ ജമാഅത്തിനും പ്രതിഫലം മലക്കുകൾ എഴുതി വെച്ച ആളുകളുണ്ടായിരുന്നു. കാരണം പള്ളി തുറന്ന എല്ലാ സന്ദർഭത്തിലും അവർ സുബഹിക്ക് കൃത്യമായി പള്ളിയിലുണ്ട്, മറ്റു വഖ്തുകളിലും പള്ളിയിലുണ്ട്. സുബഹിയുടെ കാര്യം പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. കാരണം ഒരു തിരക്കുമില്ലാത്ത എന്തായാലും പള്ളിയിലേക്ക് എത്താൻ പറ്റിയ സമയമാണ്. ആ സമയത്ത് വളരെ കൃത്യമായി എത്തിയിരുന്ന ആളുകൾക്ക് എത്ര കാലം പള്ളി ന്യായമായ കാരണത്താൽ അടച്ചിട്ടാലും നമുക്ക് തന്നെ പോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് പള്ളിയിലേക്ക് പോകാൻ കഴിയാതിരുന്നാലുമൊക്കെ പ്രതിഫലം ഒട്ടും കുറയാതെ രേഖപ്പെടുത്തുന്ന ഈ വലിയ ഓഫർ നമ്മുടെ ജീവിതത്തിൽ ബാധകമാകണമെങ്കിൽ, നമുക്ക് കിട്ടണമെങ്കിൽ, നാം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, നാം നമ്മുടെ പ്രദേശത്തുണ്ടാകുമ്പോൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി സജീവമായി മുന്നോട്ട് പോരണം. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ നാട്ടിൽ പാർക്കുന്ന ആരോഗ്യമുള്ളവന് ലഭിക്കുന്ന അതേ പ്രതിഫലം, കർമ്മം ചെയ്യുന്നതിന് ലഭിക്കുന്ന അതേ പ്രതിഫലം ന്യായമായ കാരണത്താൽ ആ കർമ്മം മുടങ്ങുമ്പോഴും ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടണം. കൃത്യമായ ഉദ്ദേശശുദ്ധിയോടുകൂടി നല്ല നിയ്യത്തോടുകൂടി അമലുസ്വാലിഹാത്തിൽ മുന്നേറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.